പ്രിയ സുഹൃത്തുക്കളെ, നാരായണീയത്തിലെ 19-ാം ദശകമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. 19-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. പൃഥോസ്തു നക്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസ സുദാനജീജന ത്വത്കരുണാങ്കുരാനിവ. പൃഥോഃ നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീന ബർഹിഃ തു ശതദ്രുതൗ യുവതൗ പ്രചേതസഃ നാമ സുചേതസഃ സുദാൻ ത്വത്കരുണാങ്കുരാനിവ അജീജനത്. പൃഥുവിൻ്റെ പൗത്രൻ്റെ പുത്രനും, അതായത് പൃഥുവിൻ്റെ പുത്രനാണ് വിജിതാശ്വൻ. വിജിതാശ്വൻ്റെ പുത്രൻ ഹവിർധനൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായ ബർഹിഷ്മാനാണ് പ്രാചീന ബർഹിസ് എന്നും പ്രഖ്യാതനായത്. കർമ്മശൂരനായ ഇദ്ദേഹം നിരവധി യാഗങ്ങൾ നടത്തി. യാഗത്തിൽ ദർഭപ്പുല്ല് കിഴക്കോട്ട് തല വരുമാറ് വേദിയിൽ നിരത്തണമെന്നുണ്ട്. ബർഹിഷത്ത് നടത്തിയ യാഗങ്ങളിൽ പ്രാചീനാഗ്രഹങ്ങളായി, അതായത് കിഴക്കോട്ട് തല വരുമാറ് നിരത്തിയ ദർഭപ്പുല്ലുകൊണ്ട് ഭൂമി ആസകലം വിരിച്ചു. അങ്ങനെ വിരിച്ച് മൂടുക നിമിത്തം അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പ്രസിദ്ധി നേടുകയുണ്ടായി. ഇദ്ദേഹത്തിന് പത്നിയായ ശതദ്രുതിയിൽ വിശുദ്ധ ഹൃദയന്മാരും ഭഗവാന്റെ കൃപാങ്കുരങ്ങളാണോ എന്ന് തോന്നുന്നവരുമായ പ്രചേതസ്സുകൾ എന്ന 10 പുത്രന്മാരുണ്ടായി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസ സുദാനജീജന ത്വത്കരുണാങ്കുരാനിവ. ഇന്ന് 19-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. പിതു ശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദർശുർ മനോഹരം. ശുശ്രൂഷാനിരതസ്യ പിതുഃ ശാസനാത്. പ്രജാസൃഷ്ടിയിൽ താൽപ്പര്യമുള്ളവനായ പിതാവായ പ്രാചീന ബർഹിസിന്റെ ആജ്ഞ അനുസരിച്ച് ഭവത്തപസ്യാനിരതഃ തേ ദശ അഭി. നിന്തിരുവടിയെ പ്രസാദിപ്പിക്കാനുള്ള തപോനുഷ്ഠാനത്തിൽ തൽപരരായ ആ 10 പേരും പശ്ചിമം പയോനിധിം മേദ്യ, പശ്ചിമ സമുദ്രതീരം പ്രാപിച്ച് തത്തടേ മനോഹരം സരോവരം സന്തദശുഹു, അതിൻ്റെ തീരത്ത് അതിമനോഹരമായ ഒരു സരസ്, ഒരു തടാകം കണ്ടെത്തി. പിതാവായ പ്രാചീന ബർഹിസ് തൻ്റെ 10 പുത്രന്മാരെയും
പ്രജോത്പാദനത്തിനായി ആജ്ഞാപിച്ചു. അവരാകട്ടെ സകലതിനും അനുകൂലമായ ഭഗവത് പ്രസാദം ലഭിക്കാനായി തപസ് ചെയ്യാനുറച്ച് പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ തീരത്തേക്ക് പോയി. അവിടെ അതിമനോഹരമായ ഒരു സരസ് കണ്ടെത്തുകയും അതിനടുത്തിരുന്ന് തപസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അതായത് നല്ല കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ അതിനൊരു തപസ്യ ആവശ്യമാണ്. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് ആ കർമ്മം നിർവഹിക്കാമെന്ന് ഉറച്ചുകൊണ്ടാണ് പ്രചേതസ്സുകൾ തപസ് ആരംഭിച്ചത്. പിതുശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാഭിധി പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തതശുർ മനോഹരം. ഇന്ന് മൂന്നാമത്തെ ശ്ലോകമാകട്ടെ. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവക ദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാമുപാദിശത് ഭക്തതമസ്തവ സ്തവം. തഥാ അപ്പോൾ ഭവൽ സേവക ദർശനാദൃതഃ നിന്തിരുവടിയുടെ സേവകരെ കാണുന്നതിൽ ആദരവുള്ളവനും ഭക്തതമഃ ഭക്തന്മാരിൽ ശ്രേഷ്ഠനുമായ ഭവഃ എന്നുവെച്ചാൽ ശ്രീ പരമേശ്വരൻ ഇതം ഭവതീർത്ഥം ഈ നിന്തിരുവടിയുടെ തീർത്ഥം പോലെ തന്നെയുള്ള ആ സരോവരത്തെ പ്രാപിച്ചു. സമാഗതഃ പ്രചേതസാം പുരഃ പ്രകാശമാസാദ്യ ഈ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രകാശത്തെ പ്രാപിച്ചിട്ട് അതായത് പ്രത്യക്ഷനായിട്ട് തവസ്തവം നിന്തിരുവടിയുടെ സ്തോത്രത്തെ ഉപാദിച്ചത്. എന്തായാലും പ്രചേതസ്സുകൾ ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ സേവകരെ കാണുന്നത് ശ്രീപരമേശ്വരന് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ കാണാനായിട്ട് നിന്തിരുവടിയുടെ സേവകരാണെന്ന് മനസ്സിലാക്കി അവരെ കാണുന്നത് തന്നെ പരമപുണ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവർക്കൊരു സ്തോത്രവും ഉപദേശിച്ചു. ഇത് തപസ് ചെയ്യാനൊരുങ്ങുന്ന പ്രചേതസ്സുകൾക്ക് ശ്രീ പരമേശ്വരൻ രുദ്രഗീതം എന്ന പിൽക്കാലത്ത് പ്രസിദ്ധമായ വിഷ്ണു സ്തോത്രമാണത്രേ ഉപദേശിച്ചത്. ഇവിടെ പ്രസ്തുതമായ ആ തടാകം ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള കുളമാണെന്ന് ഒരു അഭിപ്രായമുണ്ട്. രുദ്രഗീതം ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിൽ 24-ാം അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുമുണ്ട്. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവക ദർശനാദൃത പ്രകാശമാസാദ്യ പുര പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം. ഇന്ന് 4-ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. സ്തവം ജബന്ധസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാഹ ഭവത്സുഖാസ്വാദരസാദമീഷുയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത.
അമി ഈ പ്രചേതസ്സുകൾ തം സ്തവം ആ സ്തോത്രത്തെ ജപന്തഹ ജപിക്കുന്നവരായിട്ട് ജലാന്തരേ ആ സരസിൻ്റെ വെള്ളത്തിനകത്ത് അയുധം സമാഹ, അയുധം എന്ന് പറഞ്ഞാൽ 10,000 സംവത്സരങ്ങൾ ഭവന്തം ആസേവിഷത നിന്തിരുവടിയെ സേവിച്ചു. 10,000 സംവത്സരം. അന്നൊന്നും ഈ 10,000 1000 എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല കേട്ടോ. നമ്മളുടെയൊക്കെ 100 അല്ലെങ്കിൽ 60 എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ആ കാലത്തുള്ള വർഷങ്ങളുടെ ഒരു എണ്ണം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ അമീഷു ഇവരിൽ യാൻ കാലഹ ഇത്രയും കാലം ഭവൽ സുഖാസ്വാദരസാദ് നിന്തിരുവടിയാകുന്ന സുഖത്തിൻ്റെ ആസ്വാദന രസത്തിൽ കഴിഞ്ഞുപോയി. ഈ 10,000 കൊല്ലം ഇവരെന്തിനാണ് തപസ് ചെയ്തത്? അങ്ങനെ ഒരു മോട്ടീവൊന്നുമില്ല. ഭഗവാനെ ദർശിക്കുക, ഭഗവാന്റെ ആ രുദ്രസ്തവമൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു തപസ് അനുഷ്ഠിക്കുക മാത്രമാണ് ഈ പ്രചേതസ്സുകൾ ചെയ്തിരിക്കുന്നത്. നേരത്തെയുള്ള ദശകത്തിൽ പറഞ്ഞ ധ്രുവന്റെ കഥയിൽ നമ്മൾ പറഞ്ഞത് ധ്രുവൻ 5 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ്. സത്യത്തിൽ ധ്രുവന് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു അല്ലേ? അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആ കുട്ടി തപസ് ചെയ്തത്. വളരെ തീവ്രമായ തപസ്സിൽ കുട്ടിയായതുകൊണ്ട് തന്നെ എന്താ പറയുക, 5 മാസം കൊണ്ട് തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി. അപ്പോൾ ആ ഒരു രീതിയല്ല ഇവിടെ ഭഗവാനെ ഇങ്ങനെ സ്തോത്രങ്ങൾ കൊണ്ട് പ്രസാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. അതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. എന്തിനാണ് തങ്ങൾ തപസ് ചെയ്യുന്നത് എന്നുകൂടി അവർക്ക് ഓർമ്മയില്ലാത്ത ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നതൊന്നും അറിഞ്ഞതേയില്ല. സ്തവം ജപന്തസ്തമീ ജലാന്തരെ ഭവന്തമാസേ വിശദായുധം സമാഹ ഭവത്സുഖാസ്വാദരസാദമീഷുയാൻ ബഭൂവ കാലോ ത്രിവവന്ന ശീഘ്രത. ഇന്ന് 5ാമത്തെ ശ്ലോകമാണ് 19ാം ദശകത്തിലെ. തപോവിരേഷാമതിമാത്രവർത്തിഭി സ യജ്ഞഹിംസാ നിരതോപി പാപിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മയതാം യയൗ. യേഷാം അതിമാത്രവർദ്ധിഭിः തപോഭിः ഈ പ്രചേതസ്സുകളുടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്ന തപസ്സുകളാൽ യജ്ഞഹിംസാ നിരതഃ അപി യജ്ഞത്തിനു വേണ്ടിയുള്ള ഹിംസയിൽ നിരതനാണെങ്കിലും തേഷാം പിത അപി അവരുടെ പിതാവും പാവിതഃ പരിശുദ്ധനാക്കപ്പെട്ടു. സഹ ഗൃഹയാത നാരദ പ്രദർശിതാത്മാ വീട്ടിൽ വന്നു ചേർന്ന നാരദനാൽ കാട്ടിക്കൊടുക്കപ്പെട്ട പരമാത്മാവോടുകൂടിയവനായി ഭവദാത്മതാം യയോ ഭവദാത്മതയെ പ്രാപിച്ചു. അതായത് പ്രചേതസ്സുകളുടെ ഈ കഠിനമായ തപസ് അവർക്ക് മാത്രമല്ല നന്മ വരുത്തിയത് എന്നാണ് പറയുന്നത്. അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് യജ്ഞത്തിന് വേണ്ടിയാണെങ്കിലും നിരന്തരമായി പശുഹിംസ നടത്തിയിരുന്നു. യജ്ഞത്തിന് ഒരു മൃഗത്തെ
ഹിംസിക്കണമെന്നുണ്ടല്ലോ, ബലിയാട് പോലെ. അപ്പോൾ അതും ഒരു ഹിംസയാണ്, അത് ചെറിയൊരു പാപം തന്നെയാണ്. അങ്ങനെ ആർജിച്ച ഹിംസാ പാപം നശിപ്പിക്കാൻ, അതായത് അച്ഛൻ്റെ ആ ഒരു പാപം നശിപ്പിക്കാൻ പോലും പ്രാചീന ഇവരുടെ പ്രജേതസ്സുകളുടെ ഈ തപസ് കാരണമായി. മക്കളുടെ തപസ് മൂലം പാപം നശിച്ച് പരിശുദ്ധനായിത്തീർന്ന പ്രാചീന ബർഹിസിൻ്റെ ഭവനത്തിൽ ശ്രീ നാരദൻ നേരിട്ട് എഴുന്നള്ളിയത്രേ. എന്നിട്ട് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകി. ആ ഉപദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം പ്രാചീന ബർഹിസ് യജ്ഞങ്ങളെല്ലാം നിർത്തി തപസ് ചെയ്ത് ഭഗവത് സായുജ്യം പ്രാപിച്ചു. അപ്പോൾ സന്താനങ്ങളുടെ ഒരു നന്മ കൊണ്ട് പിതാക്കൾക്കും ശ്രേഷ്ഠതയുണ്ടാവും, അവരുടെ പാപങ്ങളും നശിക്കും എന്നാണ് നമുക്കിവിടെ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാവുന്നത്. തപോപിരേഷാമതിമാത്രവർത്തിഭി സയജ്ഞഹിംസാനിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത് നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. ഇന്ന് 6ാമത്തെ ശ്ലോകമാണ്. കൃപാബലേനൈവ പുരപ്രചേതസം പ്രകാശമാഗാ പദകേന്ദ്രവാഹന വിരാജിചക്രാദി വരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതത്യുതിഃ. കൃപാബലേന ഏവ, കൃപാശക്തിയാൽ തന്നെ, കരുണ, ത്വം പ്രചേതസാം പുരഃ പദകേന്ദ്രവാഹനഃ വിരാജിചക്രാദി വരോയുധാംശുഭിഃ അഷ്ടാഭിഃ ഭുജാഭിഃ ഉദഞ്ജിതദ്യുതിഃ പ്രകാശം ആഗാഹ. കൃപാബലം കൊണ്ട് തന്നെ നിന്തിരുവടി പദകേന്ദ്ര വാഹനനും ഗരുഡന്റെ പുറത്ത്, ഗരുഡൻ വാഹനമായി വന്നുകൊണ്ട് 8 കൈകളിൽ വഹിച്ചിട്ടുള്ള പ്രകാശമാനമായ ചക്രം തുടങ്ങിയ ശ്രേഷ്ഠ ആയുധങ്ങളുടെ കിരണങ്ങളാൽ വർദ്ധിതമായ ശോഭയോടുകൂടിയവനുമായി പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഇവിടെ ഭഗവാന്, നമ്മൾ സാധാരണ വിഷ്ണുവിന് 4 കൈകളാണ്, ചതുർഭുജനായിട്ടാണ് പറയുക. പക്ഷേ പ്രചേതസ്സുകൾക്ക് മുമ്പിൽ ഭഗവാൻ 8 കൈകളുള്ള ഭഗവാനായിട്ടാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. ആ കൈകളിൽ പ്രകാശമാനമായ ചക്രം മുതലായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആപന്നിവാരണത്തിനായി എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ ചതുർമുഖനും അഷ്ടബാഹുവുമായി കൽപ്പിച്ച് ആരാധിക്കാൻ തന്ത്രശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ടത്രേ. ഈ സങ്കല്പത്തിലാണ് ഭഗവാന്റെ ഇടത് കൈകളിൽ ശംഖം, ഖേടം, പരിച, വില്ല്, പത്മം എന്നിവ ആയുധങ്ങളും വലത് കൈകളിൽ ഗദ, വാള്, അമ്പ്, ചക്രം എന്നിവ ആയ ആയുധങ്ങളും ഉള്ളതായിട്ട് പറയുന്നത്. എന്തായാലും 10000 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഈ രീതിയിൽ ഗരുഡൻ്റെ പുറത്ത് ഭുജങ്ങളോടുകൂടി അതിലെല്ലാം പ്രകാശിക്കുന്ന ആയുധങ്ങളോടുകൂടിയുമാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. കൃപാബലേനൈവ പുരപ്രചേതസം പ്രകാശമാഗാ പദകേന്ദ്രവാഹന
വിരാജിചക്രാദി വരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിത ദ്യുതിഹി. 19-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പ്രചേതസാം താവദയാജതാമഭി ത്വമേവ കാരുണ്യപരാത്പരാനദാഃ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. നമുക്കറിയാം, പ്രചേതസ്സുകള് വാസ്തവത്തിൽ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഭഗവാനെ കാണുക എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് വരം വാങ്ങേണ്ടത്? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊന്നും അവർക്ക് അങ്ങനെ ഒന്നും വേണ്ട. ഭഗവാനെ കണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ വരം. പക്ഷേ നിന്തിരുവടി താവത് അയാചതാമപി, അവരൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നിട്ടും അവരോടുള്ള കാരുണ്യം കൊണ്ട് 2 വരങ്ങൾ നൽകി എന്നാ പറയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ദേഹികൾക്ക് മംഗളം നൽകട്ടെ. നിങ്ങൾ എന്നെ ആരാധിക്കാൻ ഉപയോഗിച്ച ഈ രുദ്രഗീതം കാമദമായി തീരട്ടെ എന്ന 2 വരങ്ങളാണ് അവർക്ക് നൽകിയത്. ഭഗവാൻ നൽകിയ ഈ 2 വരങ്ങളും പ്രചേതസ്സുകളുടെ മാഹാത്മ്യം ശാശ്വതമായി വിളംബരം ചെയ്യുന്നവയാണെങ്കിലും വരം നൽകിയത് ഭാഗവതമോ നാരായണീയമോ വായിക്കാനോ കേൾക്കാനോ ഭാഗ്യമുണ്ടായ നമുക്കാണ്, അല്ലേ? പ്രചേതസ്സുകളെ കുറിച്ചുള്ള ചിന്ത പോലും ദേഹികൾക്ക് മംഗളകരമാകുമെന്നാണ് 1-ാമത്തെ വരം. ഈ പ്രചേതസ്സുകളെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കഥകൾ കേൾക്കുകയോ ചെയ്താൽ തന്നെ മനുഷ്യർക്ക് അത് മംഗളകരമായി തീരും എന്ന് ഭഗവാൻ വരമരുളി. അതുപോലെ തന്നെ ഈ പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിച്ച രുദ്രൻ, അതായത് ഭഗവാൻ ശിവൻ ഉപദേശിച്ച ആ രുദ്രഗീതം, അതുപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് 2-ാമത്തെ വരം. അപ്പോൾ കാമത്തെ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത് ശ്രീരുദ്രൻ കാമദേവനെ നശിപ്പിച്ചവനാണല്ലോ. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, പ്രചേതസ്സുകളുടെ ആ ഒരു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. രുദ്രഗീതം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്തുതിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും ആഗ്രഹങ്ങളും ഒക്കെ നേടാൻ സാധിക്കും എന്ന് മാത്രം നമുക്ക് ചുരുക്കത്തിൽ പറയാനായിട്ട് കഴിയും. പ്രചേതസം താവദയാജതാമഭി ത്വമേവ കാരുണ്യഭരാത് വരാനദാഃ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. ഇന്ന് 8-ാമത്തെ ശ്ലോകം. അവാപ്യ കാന്താം തനയാം മഹീരുഹം തയാ രമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാശ്ചമം പ്രയാസ്യതേതി നിഗതോ മുദൈവതാൻ. മഹീരുഹാം തനയാം, വൃക്ഷങ്ങളുടെ പുത്രിയെ, കാന്താമവാപ്യ, കാന്തയായി പ്രാപിച്ചിട്ട്
തയാ അവളോടുകൂടി ദശലക്ഷ വത്സരീം 10,00,000 വത്സരക്കാലം രമത്വം നിങ്ങൾ രമിക്കുക. ദക്ഷ സുത അസ്തു പിന്നീട് ദക്ഷൻ എന്നൊരു മകനുണ്ടാകും. അപ്പോൾ തന്നെ മാം പ്രയാസ്യത മകനുണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ പ്രാപിക്കുകയും ചെയ്യാം എന്ന് മുതായേവ സന്തോഷത്തോടു കൂടി തന്നെ അവരോട് നിഗാദച്ച പറയുകയും ചെയ്തു. ഇത്രയൊക്കെ പ്രചേതസ്സുകൾ പറയാതെ എന്നെ എല്ലാം ഭഗവാൻ കൊടുത്തിരിക്കുകയാണ് വരം. അപ്പം ആ 2 വരങ്ങളുടെ കൂടെ തന്നെ പിന്നെന്താണ് ഭഗവാൻ പറഞ്ഞത്? ഇവിടെ ഒരു പ്രജാ സൃഷ്ടിക്ക് ഭാര്യ വേണം അല്ലേ? പ്ലമോജ എന്ന അപ്സരസിൻ്റെ പുത്രിയായ മാരിഷിയെ വിവാഹം കഴിച്ച് അവളോടുകൂടി ദശലക്ഷം വത്സരം രമിക്കാനും അവളിൽ നിന്ന് ദക്ഷനെന്ന പുത്രൻ ഉണ്ടാകാനും അത് കഴിഞ്ഞ് ഭഗവത് പ്രാപ്തി ഉണ്ടാകാനും ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഇതിൽ എന്താണ് ഈ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറയാൻ കാരണം അതിനൊരു കാരണം, കണ്ടു മഹർഷിയുടെ തപസ് മുടക്കാൻ ഇന്ദ്രൻ പ്ലമോജ എന്ന അപ്സരസിനെ നിയോഗിച്ചു എന്നും മഹർഷി അവളോടൊത്ത് കുറേ കാലം കഴിഞ്ഞു അവളിൽ ഒരു കന്യകയെ ഉൽപ്പാദിപ്പിക്കുകയും മാതൃ പരിത്യക്തയായ ശിശുവിനെ ഈ അപ്സരസുകൾ ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിലിരിക്കില്ല എന്നാണ് പറയുക. അവർ നേരെ സ്വർഗത്തേക്ക് പോകും. അപ്പോൾ ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. ആ ശിശുവിനെ വൃക്ഷങ്ങളോട് സംരക്ഷിക്കാൻ ഈ കണ്ടു മഹർഷിയും പറഞ്ഞു. അങ്ങനെ വൃക്ഷങ്ങൾ വളർത്തുകയും വിശന്ന് കരഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഔഷധീശനായ ചന്ദ്രൻ അമൃതസിന്ധിയായ തൻ്റെ വിരൽ ശിശുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അമൃതപാനം ചെയ്ത് വൃക്ഷങ്ങളുടെ പുത്രിയായി വളർന്നതാണ് ഈ മാരിഷ. അങ്ങനെ വൃക്ഷങ്ങളുടെ വളർത്തുമകളായ മാരിഷയെയാണ് പ്രചേതസ്സുകൾക്ക് പത്നിയായി കൽപ്പിച്ചിരിക്കുന്നത്. അവളോടൊത്ത് ദശലക്ഷ വത്സരം രമിച്ച് അവസാനം ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാകും. അങ്ങനെ പ്രജാസൃഷ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ ലയിക്കാനുള്ള ഭാഗ്യമുണ്ടാകും എന്നും ഭഗവാൻ അവരോട് സന്തോഷത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ പണ്ട് ദക്ഷ പ്രജാപതിയുടെ ഒരു അംശമാണ് ഈ ദക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, ഉപാസകൻ വരം ചോദിക്കുമ്പോൾ തനിക്ക് നല്ലതേത് എന്നറിയാനുള്ള കഴിവുകേട് കൊണ്ട് നമ്മൾ വേണ്ടാത്തതൊക്കെ ചോദിച്ചു പോകും. ആ വരം തരാൻ ഉപാസ്യശക്തി നിർബന്ധിതനാവുകയും ചെയ്യും. പുതിയ കർമ്മബന്ധങ്ങൾ ഉടലെടുക്കുകയായിരിക്കും അങ്ങനെയുള്ള വരത്തിൻ്റെ ഫലം. ഇവിടെ പ്രചേതസ്സുകൾ ഒന്നും തന്നെ ആവശ്യപ്പെടാതെ അവരുടെ മനസ്സറിഞ്ഞ് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നന്മ എന്ന് അറിയുന്ന ഭഗവാൻ എല്ലാ സന്തോഷവും വരങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമത്വം ദശ ലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാശ്ച മാം പ്രയാസ്യതേതി നിഗതോ മുദൈവതാൻ. 9ാമത്തെ ശ്ലോകം.
തതശ്ചതേ ഭൂതരരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഹ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോ വിരേമിരേ. തതഃ പിന്നീട് തേ ഈ പ്രചേതസ്സുകൾ ഭൂതല രോധിന തരൂൻ ഭൂതലത്തെ തടയുന്നവയായ വൃക്ഷങ്ങളെ ക്രുധ ദഹന്ത ക്രോധം കൊണ്ട് ദഹിപ്പിക്കുന്നവരായി ദ്രുഹിണേന ബ്രഹ്മാവിനാൽ വാരിതാഹ തടയപ്പെട്ടവരായി ദ്രുമൈഹി ദത്താം താം തനയാം വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട ആ കന്യകയെ അവരുടെ മകളെ അവാപ്യ ലഭിച്ചിട്ട് തുദുക്തകാലം സുഖിനഃ അഭിരേമിരേ അവിടുന്ന് പറഞ്ഞ കാലത്തോളം സുഖമായി അവളോടൊത്ത് കഴിഞ്ഞുകൂടി. അവര് ഭൂതലത്തെ തടയുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ തപസ് ചെയ്തിട്ടും ആ ക്രോധം അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് അവരെ തടഞ്ഞു. അപ്പോഴാണ് വൃക്ഷങ്ങൾ ഈ മകളെ അവർക്ക് നൽകിയത്. പ്രാചീന ബർഹിസിൻ്റെ സായുജ്യപ്രാപ്തിയും പ്രചേതസ്സുകളുടെ തപശ്ചര്യയും മൂലം ഭൂമി കുറേ കാലത്തേക്ക് അനാഥമായിരുന്നു. ആ കാലം കൊണ്ട് വൃക്ഷങ്ങൾ തഴച്ചു വളർന്ന് നാടാകെ കാടായി മാറി. അതാണ് ഉണ്ടായത്. അപ്പോൾ പ്രചേതസ്സുകൾ ജലത്തിനടിയിലാണ് തപസ് ചെയ്തത്. അവിടെ നിന്നും പുറത്തു വന്നപ്പോഴാണ് രാജ്യമൊന്നുമില്ല, ഭൂമിയൊന്നുമില്ല, എല്ലാം കാടായി. പൃഥുചക്രവർത്തിയുടെ കാരുണ്യം കൊണ്ട് ജനവാസയോഗ്യമായി തീർന്ന ഭൂമിയെ കാടായി കണ്ടപ്പോൾ പ്രചേതസ്സുകൾക്ക് എതിരായി. അതാണ് സംഭവം. വെറുതെ കോപിച്ചതൊന്നുമല്ല. അവരുടെ ശ്വാസം തീയായി ആ കാടുകളെ ദഹിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. വൃക്ഷങ്ങൾ പാടെ നശിക്കാതെ ബ്രഹ്മദേവൻ അവിടെ ഇടപെട്ട് അവരെ തടഞ്ഞു. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട വൃക്ഷങ്ങൾ അവരുടെ പുത്രിയായ മാരിഷിയെ പ്രചേതസ്സുകൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അവളോടുകൂടി ഭഗവാൻ പറഞ്ഞ ദശലക്ഷ സംവത്സര കാലം സുഖമായി അഭിരമിച്ച് കഴിയുകയും ചെയ്തു. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഹ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോ വിരേമിരേ. പത്തൊമ്പതാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഹ പ്രജേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധ സ്ത്വമീശവാതാലയ നാഥ പാഹി മാം. അങ്ങനെ ദശലക്ഷ സംവത്സരക്കാലം സന്തോഷമായി കഴിഞ്ഞുകൂടിയ പ്രചേതസ്സുകൾക്ക് ദക്ഷൻ എന്ന ഒരു മകനുണ്ടായി. കൃതാധ്വരാഹ നാരദലബ്ധയാ ധിയ ആനന്ദപദം അവാപുഹൂജ. അവർ വീണ്ടും യാഗങ്ങൾ നടത്തി നാരദനിൽ നിന്നും ലഭിച്ച ജ്ഞാനോപദേശത്താൽ ആനന്ദപദമായ മുക്തിയെ നേടുകയും ചെയ്തു. പ്രചേതസ്സുകൾ ദക്ഷൻ എന്ന മകനെ പ്രാപിച്ചിട്ട് വീണ്ടും അനേകം യാഗങ്ങൾ നടത്തി. അങ്ങനെ ഒരിക്കൽ നാരദ മഹർഷി അവിടെ വന്ന് അവർക്ക് വേണ്ട ജ്ഞാനോപദേശങ്ങളൊക്കെ നൽകി സായുജ്യം നേടുകയും ചെയ്തു പ്രചേതസ്സുകൾ.
അപ്പം അങ്ങനെയുള്ള ഗുരുവായൂരപ്പാ നെന്തിരുവടി എന്നെയും രക്ഷിക്കണമേ അല്ലേ. ഭട്ടതിരിയും നമ്മളും ഒരുപോലെ ഓരോ ദശകത്തിൻ്റെയും അവസാന ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാനേ, അങ്ങയുടെ ഈ ലീലകളെല്ലാം വർണ്ണിക്കുന്ന ഞങ്ങളെ അടിയങ്ങളെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സന്തോഷം നൽകണമേ, സായുജ്യം നൽകണമേ. കൃഷ്ണ ഗുരുവായൂരപ്പ. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഹ പ്രജേതസോ നാരദ ലബ്ധയാധിയാ അവാപുരാനന്ദപദം തഥാവിധ ത്വമീശ ബാധാലയനാഥ പാഹി മാം.